ഫൈനലി ലോക ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീന ടീം കേരളത്തിൽ പന്ത് തട്ടാൻ വരുന്നു എന്നുള്ള കാര്യമാണ്. 2025 ഒക്ടോബർ മാസത്തിൽ 2 ഫ്രണ്ട്ലി മാച്ചുകളാണ് കേരളത്തിൽ വെച്ച് അവർക്ക് നടക്കുന്നത്. ഇത് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കായിക മന്ത്രിയായിട്ടുള്ള അബ്ദുറഹ്മാൻ സാർ തന്നെയാണ്. ഇന്നലെ അർജന്റീനിയൻ ഫുട്ബോൾ ടീമിൻ്റെ ഒഫീഷ്യൽസൊക്കെ ആയിട്ട് വീഡിയോ കോൺഫറൻസ് വരികയും അതിലൂടെയാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ ഒരു കാര്യം എനിക്ക് തന്നെ എത്രത്തോളം നടക്കും, പോസിബിൾ ആവും എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം AFF ഈ ഒരു കാര്യമൊക്കെ കുറച്ച് മുമ്പ് ന്യൂസ് വന്ന സമയത്ത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഇങ്ങനത്തെ ഒരു കാര്യം നടക്കാൻ പോകുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടായിരുന്നു. പിന്നെ എനിക്കൊരു ഡൗട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, അർജന്റീനൻ ടീമിനെ ഇവിടെ കൊണ്ടുവന്ന് 2 ഫ്രണ്ട്ലി മത്സരം ഏത് ഗ്രൗണ്ടിൽ വെച്ച് കളിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം അർജന്റീന ലോക ചാമ്പ്യന്മാരാണ്. അപ്പോൾ അവരിവിടെ വരുന്ന സമയത്ത് അവർക്ക് പറ്റിയ രീതിയിലുള്ള ക്വാളിറ്റി ഉള്ള ഒരു സ്റ്റേഡിയവും ഗ്രൗണ്ടും നമ്മളിവിടെ ഒരുക്കണം എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നല്ലൊരു സ്റ്റേഡിയം എന്ന് പറയുന്നത് കൊച്ചി സ്റ്റേഡിയമാണ്. ഗ്രൗണ്ട് അത്യാവശ്യം നല്ല ഗ്രൗണ്ടാണ്. പക്ഷേ സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം, സീലിംഗ് ഒക്കെ അടർന്ന് വീണിട്ടുള്ള ഒരു സീനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വർഷം എനിക്ക് കഷ്ടിച്ചുള്ളൂ. ആ ഒരു വർഷം കൊണ്ട് ആ ഒരു സ്റ്റേഡിയവും ഗ്രൗണ്ടും റീവിനേഷൻ ചെയ്ത് നല്ല രീതിയിലേക്ക് മാറ്റിയെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ എത്രത്തോളം പോസിബിൾ ആവുമെന്ന് എനിക്കറിയില്ല. നമുക്കറിയാം അർജന്റീന ഇവിടെ കൊണ്ടുവരണമെങ്കിൽ തന്നെ നല്ലൊരു എമൗണ്ട് ഉണ്ട്. ഏതോ 40 കോടി രൂപേൻ്റെ അടുത്തെങ്ങാനും ഒരു ചിലവ് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ പുറമെ ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ ചിലവും കൂടിയും വരുന്നുണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം പോസിബിൾ ആവും എന്ന് എനിക്കറിയില്ല. പക്ഷേ നടന്നു കഴിഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയായിരിക്കും. അതും ഇന്ത്യയായിട്ടൊരു മത്സരം വന്നു കഴിഞ്ഞാൽ അത് സന്തോഷം നൽകുന്നൊരു കാര്യം തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.